ഈ കൂട്ടത്തിൽ നിൽക്കുന്ന സർക്കിളിൽ നിൽക്കുന്നവരൊക്കെ പലതരത്തിലുള്ള കൂട്ടുകാരാണ്. ഇപ്പോൾ ധ്യാനിനെ പോലുള്ളൊരു കൂട്ടുകാരൻ ഇല്ലെങ്കിൽ അങ്ങനെയുള്ള കൂട്ടുകാർ ഒരുപാട് പേര് ആ സർക്കിളിൽ തന്നെയുണ്ട്. ഇവരൊക്കെ എങ്ങനെയായിരിക്കും ഇൻഫ്ലുവൻസ് ചെയ്യുക? ഇപ്പോൾ തിരിച്ച് അജു പറയുന്ന ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ എങ്ങനെയായിരിക്കും അവർ ട്രോളുക? ധ്യാനൊക്കെ അപ്പൊ തന്നെ. പക്ഷേ വിളിച്ചൊന്നും പറയാറില്ല. ഇന്റർവ്യൂവിലുള്ള ധ്യാനല്ല ജീവിതത്തിലുള്ള ധ്യാനം. ഇന്റർവ്യൂവിൽ അയാൾ കുറച്ചും കൂടി എന്റർടൈനർ ആവുന്നതാ. അതെ അതെ. പ്രേക്ഷകർക്ക് ഇഷ്ടമായതുകൊണ്ട് പുള്ളി കുറച്ചൊന്ന് മണ്ടം കളിച്ചു കൊടുക്കുന്നതാണ്. അയാൾ വളരെ ബുദ്ധിയുള്ളൊരു വെരി പ്രാക്ടിക്കൽ വ്യക്തിയാണ്. അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട് ഇൻ്റർവ്യൂവിൽ പറഞ്ഞ. അല്ലാതെ ഞാൻ പറയുന്നത് പുള്ളിയുടെ കാര്യങ്ങളൊക്കെ നോക്കി പോകുന്നൊരു വളരെ സാധാരണക്കാരനാണ്. ഇപ്പം ഇതേപോലെ തന്നെ ഒരു കാര്യം അവനിൽ എനിക്ക് തോന്നിയിട്ടുള്ള, അയാളും ഭയങ്കര വണ്ടി ഇഷ്ടമാണ് എന്നല്ലാതെ അയാളല്ലാതെ മറ്റിലൊന്നും കോൺഷ്യസ് അല്ല. അയാളുടെ കംഫർട്ടായ പുള്ളി നോക്കാറുള്ളൂ. മുണ്ടൊക്കെ കൊടുത്തോണ്ട് മുണ്ട് നല്ല ഞാൻ പറയുന്നത്, അയാൾക്ക് മുണ്ട് കംഫർട്ടബിൾ ആയതുകൊണ്ട്. അയാൾക്ക് മുണ്ട് കംഫർട്ടബിൾ ആകാൻ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് പാൻറ് അല്ലെങ്കിൽ എല്ലാ ആഴ്ച മാറ്റേണ്ടി വരും. ശ്രദ്ധിക്കുമല്ലോ. അതുകൊണ്ടാണ് പുള്ളി മുണ്ട് കുഞ്ഞിരാമായണം ചെയ്യുമ്പോൾ ആദ്യമായിട്ട് ഒരു കറുത്ത മുണ്ട് എന്നെ എടുത്തോണ്ട് പോയത്. ഞാൻ കറുത്ത മുണ്ട് എടുത്തു. കാര്യം അത് ആഴ്ചയിൽ അല്ലെങ്കിൽ മാസം തോറുമ്പോൾ അതനുസരിച്ച് അഡ്ജസ്റ്റ് ആയി മാറുമല്ലോ മുണ്ട്. പാൻറ് അങ്ങനെ അഡ്ജസ്റ്റ് ആയി കിട്ടില്ലല്ലോ. ഇത്തരം കാര്യങ്ങളൊക്കെ ഇവർ പറയുന്ന സമയത്തോ ഇല്ലെങ്കിൽ കൂട്ടുകാരെ സംസാരിക്കുന്ന സമയത്തൊക്കെ ഒരു ഫ്രിക്ഷൻ വരില്ലേ? നമ്മൾ ഒരേ അങ്ങനെയല്ല. ഇല്ല. ഈ ഒന്ന് അതിന് പെർമിഷൻ നമ്മൾ മനസ്സുകൊണ്ട് കൊടുത്തവരവരൊക്കെ അതുണ്ടല്ലോ. മനസ്സുകൊണ്ട് അദ്ദേഹത്തിന് ഞാൻ ആ പെർമിഷൻ കൊടുത്തിട്ടുണ്ട്. ഒരു ബ്രദർലി ഫ്രണ്ട്ലി അഫെക്ഷൻ കൊടുത്തിട്ടുണ്ട് എനിക്ക്. അപ്പം അങ്ങനെയുള്ള കുറക്കുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള എഗെയിൻ, അല്ലാതെ എൻ്റെ ജോലിക്കാര്യം പ്രേക്ഷകർക്ക് ആർക്ക് വേണമെങ്കിലും പറയാം. ഒരിക്കലും ഞാൻ എൻ്റെ പേഴ്സണൽ കാര്യം മറ്റുള്ളവർ പോലെ പറഞ്ഞ് കേൾക്കില്ലല്ലോ. ഒരിക്കലും കേൾക്കില്ല. എന്നോട് കൺസേൺ എനിക്ക് ഫീൽ ചെയ്യുന്ന വ്യക്തികൾക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാവുന്ന ഒരു ഏരിയ ഉള്ള എൻ്റെ പേഴ്സണൽ സൈഡ്. എൻ്റെ സിനിമ അവർ ടിക്കറ്റ് എടുക്കുന്നത് കൊണ്ട്, അവരുടെ ഹാർഡ് ഏൺ മണി അവർ എൻ്റെ ഒരു പ്രൊഡക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് ഞാൻ അവർക്ക് തിരിച്ചു കൊടുക്കുന്ന മര്യാദയാണ് ആ വാല്യൂ കൊടുക്കൽ അവരുടെ വാക്കുകൾക്ക്. എൻ്റെ പേഴ്സണൽ കാര്യത്തിൽ ഒരിക്കലും ഞാൻ ആരുടെയും കേൾക്കാറില്ല. അത് ബോധേഡ് ആവാറില്ല. അതുകൊണ്ട് തന്നെ ഇതൊന്നും ഒരു വിഷയമല്ല. ഇത് പെർമിഷൻ കൊടുത്തവരാ, അല്ലെങ്കിൽ ഞാൻ സത്യവും പറയുന്ന ആളല്ല. ഇപ്പൊ പെട്ടെന്ന് ഒരാൾ വന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ കള്ള പറയുള്ളൂ. കാര്യം അയാൾ എന്റെ സത്യം അറിയാൻ അർഹിക്കുന്നില്ല എന്നുള്ളത് അർഹിക്കണം ആദ്യം. അത് ഡിസർവ് ചെയ്യണമല്ലോ. എന്നാലേ ഞാൻ സത്യം പറയുള്ളൂ. മറ്റേ എല്ലാവരോടും സത്യം പറയണം എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാനത് പിള്ളേരോടും നാച്ചുറലി അത് പറഞ്ഞു കൊടുക്കേണ്ട പ്രായമായിട്ടില്ല. വിശ്വസിക്കുന്നില്ല. പിന്നെ ഞാൻ വിശ്വസിക്കാത്ത എല്ലാവരോടും പറയേണ്ട കാര്യമില്ലല്ലോ. ഇപ്പൊ എൻ്റെ പോക്കറ്റിൽ എത്ര കാശുണ്ട് ഒരാളൊന്നും ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ സത്യം പറയാവുള്ളൂ. എന്തിനാണ്? ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ 100 രൂപ ഉണ്ടെന്ന് പറയണം. ചിലപ്പോൾ 1,00,000 രൂപ ഉണ്ടെങ്കിൽ നമ്മൾ പറയണം ഒന്നുമില്ല എന്ന് പറയണം. അത് നമ്മുടെ സന്തോഷമല്ലേ. പിന്നെ ഞാൻ അതേപോലെ എനിക്ക് കോൺട്രഡിക്ഷൻ ഫീൽ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്, ഫസ്റ്റ് ഇംപ്രഷൻ ദ ബെസ്റ്റ് ഇംപ്രഷൻ, വളരെ എനിക്ക് മാച്ച് ചെയ്യാൻ പറ്റാറില്ല. ഞാനിപ്പോൾ ഒരാളെ പറ്റിക്കാൻ തീരുമാനിച്ചു പോയി ഏറ്റവും നന്നായിട്ട് പെരുമാറിയ അതായിട്ട് അവനെ ചതിച്ച അത് എന്തൊരു വൈരുദ്ധ്യമാണ്, ഭയങ്കര വൈരുദ്ധ്യം. അതെ. വിനീത് ശ്രീനിവാസൻ എന്ന് പറയുന്നത് നമ്മളെയൊക്കെ സ്വാധീനിക്കുന്ന ഒരു വ്യക്തിയാണ്. നമ്മളൊരു പ്രാവശ്യം പരിചയപ്പെട്ട് കഴിഞ്ഞാൽ ആ മനുഷ്യന് സംസാരിക്കുന്നത് നമ്മളിങ്ങനെ അയാൾ സംസാരിക്കുന്ന മോഡുലേഷനൊപ്പം കേൾക്കാൻ ശ്രമിക്കും. അയാൾ പ്രത്യേക ഒരു മോഡുലേഷനിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. വിനീത് എന്ന് പറയുന്ന മനുഷ്യനെ എങ്ങനെയാണ് സ്വാധീനിച്ചിട്ടുള്ളത് അജുവിനെ? വിനീതിലോട്ട് എത്തുന്നതിന് മുന്നേ ഞാൻ അങ്ങനെ ആകുമ്പോൾ എൻ്റെ ഒരു മാനേജറായി ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് മഹേഷ് എന്നൊരു വ്യക്തി, മഹേഷ് ബാലകൃഷ്ണൻ, അദ്ദേഹം സദർലാൻഡിൽ ഞാൻ വർക്ക് ചെയ്തപ്പോൾ എൻ്റെ മാനേജറായിരുന്നു HR-ൽ. എൻ്റെ ലൈഫിൽ എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഇപ്പം എൻ്റെ സ്കൂൾ തൊട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ആദ്യത്തെ നമ്മളുടെ ഗുരുക്കന്മാർ നമ്മുടെ മാതാപിതാക്കൾ തന്നെയാണ്. അതുകൊണ്ട് നേരെ സ്കൂളിലോട്ട് വരും. സ്കൂളിലെ എനിക്ക് കിട്ടി, നാച്ചുറലി എല്ലാവർക്കും കിട്ടും, ചിലർക്ക് കിട്ടിയിട്ടില്ല. റൈറ്റ് മെൻറ്ററിങ് എന്ന് പറയുന്നത് അത് ഞാനിപ്പം പലരോട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് അപ്പോഴാണ് നമുക്ക് എൻ്റെ വില മനസ്സിലായത്. എനിക്ക് അത് ജോലിക്ക് പോയപ്പോഴും മഹേഷ് ബാലകൃഷ്ണനെ കിട്ടുകയും പിന്നെ വളരെ കേപ്പബിൾ ആയിട്ടുള്ളൊരു കോർപ്പറേറ്റ് ജോലിക്കാരനാക്കാൻ എനേബിൾ ചെയ്തത് മഹേഷാണ്. അപ്പോൾ മഹേഷിൻ്റെ ഒരു പ്രൊഫഷണലിസം എന്നിൽ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തത് കൊണ്ട് തന്നെ പിന്നെ സിനിമയിൽ വന്നപ്പോൾ വിനീത് എന്ന് പറഞ്ഞ മെൻറ്ററിനെ കിട്ടിയത് എഗെയിൻ ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആണ്. അതുകൊണ്ട് തന്നെ ഈ പുള്ളിയുടെ രീതിക്ക് ഈ ശീലിച്ച പ്രൊഫഷണൽ കാര്യങ്ങൾ സിനിമയിലോട്ട് അഡാപ്റ്റ് ചെയ്യാൻ എന്നെ സഹായിച്ച വിനീത്. അതാണ് നമ്മുടെ അൾട്ടിമേറ്റ്. സിനിമയായിരുന്നല്ലോ നമ്മുടെ എപ്പോഴത്തെയും കൊതി. അപ്പോൾ അയാൾ വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരുപാട് കോൺട്രിബ്യൂഷൻ ചെയ്ത ഒരാളാണ് എൻ്റെ ലൈഫിൽ. ഒറ്റ വരിക്ക് പറഞ്ഞാൽ നമ്മളെ ടാക്സ് അടയ്ക്കാൻ കാരണക്കാരനായ വ്യക്തി.
അത് ചെറിയ കാര്യമല്ലല്ലോ. നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് ഒരു ഫാമിലി, ഒരു കുട്ടികൾ ഒക്കെ നമ്മളെ ഡിപ്പെൻഡ് ചെയ്യത്തക്ക രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരാൻ കാരണമായ അയാളാണ്. വേറെ വ്യക്തികൾ നമുക്ക് സിനിമ വരാൻ കാരണമായത് പുള്ളി കാരണമാണ്. പിന്നെ പുള്ളി പണ്ട് പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്, ഇവിടെ നമ്മൾ സിനിമ ചെയ്ത് എന്നോട് പറഞ്ഞിരുന്ന എല്ലായിടത്തും സിനിമയാണെന്ന്. അതാണ് ഒരു ആൾ പറയേണ്ടത്. അയാൾ തന്നെ എക്യുപ്ഡ് ആവണമല്ലോ. എപ്പോഴും ഇങ്ങനെ കൊണ്ട് നടക്കാതെ എന്നെ എങ്ങനെ കൊണ്ട് നടത്തിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ ചാൻസ് ചോദിച്ചിട്ടില്ലാത്തത് വിനീതാണ്. എനിക്ക് അത്രയും കൺഫ്യൂഷനൊക്കെ അങ്ങനെ അധികം വന്നിട്ടുമില്ല. ഞങ്ങൾ ഇടയ്ക്ക് വിളിച്ച് സംസാരിക്കുന്ന പിന്നെയും എന്തെങ്കിലുമൊക്കെ തമാശയൊക്കെ ആയിരിക്കും, പിന്നെ അല്ലാതെ അങ്ങനെ ഭയങ്കര സിനിമാറ്റിക് ധ്യാനിനെ കുറിച്ചൊക്കെ ആയിരിക്കും ചിലപ്പോഴൊക്കെ സംസാരിക്കുന്നത്. അല്ലാതെ നിങ്ങൾക്കൊരു എന്റർടൈൻമെന്റ് ടോപ്പിക്കാണ്. ഇതിന് മുന്നേ ഞാൻ ഇന്റർവ്യൂവിൽ വരുന്നതിന് മുന്നേ ഇപ്പോഴും ശ്രദ്ധിച്ചറിയാം, ലവ് ആക്ഷൻ ഡ്രാമയുടെ ഒരു ഇന്റർവ്യൂ ധ്യാനെ ഞങ്ങൾ കഷ്ടപ്പെട്ട് പിടിച്ചിരുത്തിയതല്ല JB ജംഗ്ഷനിൽ. അതിൽ ഞാനാ സംസാരിക്കുന്നത്, ധ്യാൻ മിണ്ടുന്നില്ല. വല്ലപ്പോഴും ഒരു 5 ലൈൻ അടിച്ചിട്ട് പോകും. ഇയാൾ പക്ഷെ ജീവിതത്തിൽ മിണ്ടും. ആ തമാശകൾ ഉണ്ടല്ലോ ഞങ്ങൾക്ക് അന്നോട്ടേ പരിചയപ്പെട്ട കാലം തൊട്ടേ. പക്ഷെ പിന്നെ ഒരു ദിവസം ഇയാൾക്ക് എന്തോ ബോധോദയം വന്ന് ഇയാൾ പിന്നെ ഇത് പുറത്തും പറയാൻ തുടങ്ങിയല്ലോ. സോ ഞാൻ വിനീതിനെ കാണുന്നത് എൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെൻറ്റർ. അത് കഴിഞ്ഞിട്ട് അഹമ്മദ് എന്ന് പറഞ്ഞ വ്യക്തിയും കൂടെ ആ സ്പേസിൽ ഡെഫിനറ്റ്ലി എൻ്റെ വന്നിട്ടുണ്ട്. നമുക്കറിയാം, ഒരു ഈഗോ മാറ്റി തന്ന പിള്ളേർ അവിടുന്ന് എന്നെ ഒന്ന് റിഫൈൻ ചെയ്ത് ചെയ്യിപ്പിച്ച് വിശ്വാസം നേടിയെടുത്ത്. അന്ന് ഭയങ്കര സോഫ്റ്റ് സ്പോക്കൺ പുള്ളി. ഈ അടുത്ത അഹമ്മദ് പറഞ്ഞു, KCF 2 ഞാൻ ഒരു ഗസ്റ്റ് റോൾ ചെയ്തു. ഈ അടുത്ത് ഞങ്ങളിങ്ങനെ ഒരു കാര്യത്തിന് ഞാൻ പറഞ്ഞു, ഈ കാര്യം ഞാൻ പറഞ്ഞു, ഈ പിള്ളേർ കാരണമാണ് നിനക്ക് ഞാൻ ബുദ്ധിമുട്ടുണ്ടാക്കാതിരുന്നത് എന്ന് ഞാൻ അവനോട് പറഞ്ഞു. അപ്പോൾ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു, കാര്യം നിങ്ങൾ ഇനിയും ബുദ്ധിമുട്ടുണ്ടാക്കി. ഞാനില്ല, അതിന് കാരണക്കാർ ഇവരായി. ഇപ്പോൾ സ്ഥാനാർത്ഥി ഇറങ്ങിയപ്പം അഹമ്മദിന് ഭയങ്കര സന്തോഷമായി. അതിന് വന്ന റിവ്യൂസും നമ്മുടെ എല്ലാ റിവ്യൂവേഴ്സും ഇൻക്ലൂഡിങ് ഇപ്പോൾ കോക്കാണെങ്കിലും ഉണ്ണിയാണെങ്കിലും പേരുകളായിട്ട് എനിക്കങ്ങനെ പെട്ടെന്ന് കിട്ടുന്നില്ല, പക്ഷെ എല്ലാവരോടും നന്ദിയുണ്ട്. അവർ മോശം പറഞ്ഞപ്പോഴും ഞാൻ അതേപോലെ എനിക്ക് പ്ലസ് എന്ന് തോന്നിയതൊക്കെ ഞാൻ മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതൊക്കെ ആകുമ്പോഴും കുടുംബത്തിലെ അജു എന്താണെന്ന് എനിക്കറിയില്ല. മൊത്തം 4 മക്കളാണ് ഉള്ളത്. അവരുടെ ഡീറ്റെയിൽസും അജുവിൻ്റെ ഒരു പെരുമാറ്റവും ഇല്ലെങ്കിൽ അജുവിനോടുള്ള അവരുടെ തിരിച്ചുള്ളൊരു റിയാക്ഷനും ഒക്കെ എങ്ങനെയാണെന്നൊന്ന് പറയും. അവിടെ ഞാൻ പണ്ട് വളരെ സീരിയസ് ആയിരുന്നു, അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ അത്ര സീരിയസ് ആവാതിരിക്കാൻ ശ്രമിക്കുന്നു. കുട്ടികളുടെ പ്രായവും കൂടെ പറയും. ഇപ്പം അവർ 10 and 8 ആയി. മൂത്തവർ 10ഉം രണ്ടാമത്തവർ 8ഉം. ഒരു പെൺകുട്ടിയും 3 ആൺകുട്ടികളും. ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ഈ വസന്തമാണെന്നുള്ളൊരു ആക്സെപ്റ്റൻസ് വന്നുകൊണ്ട് ഇവരുടെ കാര്യങ്ങൾക്ക് കുറച്ചുകൂടി ഇന്ന് ജീവിക്കേണ്ട കാര്യങ്ങൾ ഇവർക്കറിയാം എന്നെക്കാളും എന്നുള്ളൊരു ബോധ്യം എനിക്കിപ്പോൾ വന്നു തുടങ്ങി. അപ്പം നമ്മൾ അതിൽ കൂടുതൽ അവരെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കുക, സ്പേസ് കൊടുക്കുക, പിന്നെ കളിയാക്കുക അല്ലെങ്കിൽ അതൊക്കെ ഉണ്ട്. അവരെ വളരെ ഈസി ആയിട്ട് വളർത്തില്ല ഞാൻ പറയുന്നത്. അവരെ കളിയാക്കുക അല്ലെങ്കിൽ അങ്ങനത്തെ ഒക്കെ ഉണ്ട്. ഞാൻ പറയുന്നത് ഭയങ്കര പാമ്പർ ചെയ്ത് വളർത്തില്ല, അത് ഞാൻ ചെയ്തിട്ടില്ല. അതിന് അവർക്ക് തിരിച്ച് ഫ്രണ്ട്ലിയാണ് കുറച്ചുകൂടി. അജുവിനെ തിരിച്ച് ട്രോളാൻ പറ്റും. പിന്നെന്താ, അത് ഇപ്പോഴേ ഞാൻ ഒരുത്തിനെ ധ്യാൻ്റെ സ്വഭാവങ്ങൾ കാണുന്നുണ്ട്. നല്ല രീതിയിൽ ഒരാൾക്ക് നല്ല രീതിയിൽ എനിക്ക് തോന്നുന്നു ഭാവിയിൽ അവൻ എങ്ങനെയെങ്കിലും ഞാൻ അവനെ ഇൻ്റർവ്യൂവിൽ കൊണ്ടിരുത്താതിരിക്കും നോക്കും, സിനിമയെ കയറ്റാതിരുത്താനും നോക്കും. മാക്സിമം ഇവന്മാരെ ഒന്നും ഞാൻ കയറ്റാതിരിക്കാൻ നോക്കും. പക്ഷെ എന്നാലും പറയാൻ പറ്റില്ല, ഇവനൊക്കെ കൂട്ടുകാരെ വെച്ച് മൊബൈലിൽ സിനിമ എടുത്താലും അവൻ സിനിമയാണെന്ന് വേറെ കാര്യം. പക്ഷേ ഇവൻ ഇൻ്റർവ്യൂവിൽ വന്നാൽ ഇവൻ എന്നെ കീറി ഒട്ടിക്കാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. അവനിലത് ഞാൻ കാണുന്നുണ്ട്. അത് പിന്നെ ഞാൻ വേറെ വഴിയില്ല, അത് എൻ്റെ യോഗം അല്ലേ. വൈഫ് എങ്ങനെയാ, ട്രോളോ അതെ എങ്ങനെയാണ് അഭിപ്രായം പറയുക? സിനിമ കണ്ട അവർക്ക് എന്നും ഫ്രീഡം ഉണ്ട്, തുറന്നു പറയുക. മോശം എനിക്കതാ എളുപ്പം, വെരി കംഫർട്ടബിൾ. കൊള്ളില്ല എന്ന് രഞ്ജിത് ശങ്കർ സാർ ഇസ് എ മേജർ റീസൺ. അതിപ്പോൾ പറയണം, പുണ്യാൾ നഗർബദീസിന് ഫസ്റ്റ് ഡേ ഷൂട്ടിൽ ജയേട്ടനെ ആദ്യമായിട്ട് രഞ്ജിത്തേട്ടൻ മൈക്കെടുത്ത്, അത് വളരെ തല്ലിപ്പിള്ളയായിരുന്നു. ജയേട്ടൻ്റെ കരിയറിൽ അങ്ങനെ മൈക്കിലോ അല്ലെങ്കിൽ ഒച്ചയിലോ അങ്ങനെ ആരോ ആദ്യമായിട്ടാ പറഞ്ഞ്. അപ്പം ഞാൻ മനസ്സിൽ, അപ്പം അടുത്ത എനിക്ക് കിട്ടി ഇതേപോലെ സിമിലർ എന്തോ. അപ്പം എനിക്ക് ജയേട്ടന് കിട്ടിയല്ലോ, കുഴപ്പമില്ല, കിടിലനായിട്ടുള്ളൊരു ആക്ടർക്ക് കിട്ടി. അപ്പം ഐ ആം ഫൈൻ. നല്ലത് ചെയ്തപ്പോൾ അതേപോലെ നല്ലത് പറഞ്ഞു. 3 ദിവസത്തെ പാടേ ഉണ്ടായിരുന്നു, 3 or 2. പിന്നെ പെട്ടെന്ന് ഇപ്പം അതുകൊണ്ട് തന്നെ അസോസിയേറ്റ് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ ഡയറക്ടേഴ്സ് മോണിറ്ററിങ് ഇപ്പം നമ്മളെന്തെങ്കിലും അബദ്ധം ചെയ്താൽ
അവരിങ്ങനെ ദൂരേക്കാണെങ്കിൽ നടന്നു വരും. ഞാൻ പറയും വേണ്ട, മൈക്കിലാണെങ്കിലും വിളിച്ച് പറഞ്ഞാൽ കൊള്ളൂലേ, തല്ലിപ്പൊളിയാണോ, മൈക്ക് വിളിച്ച് പറഞ്ഞോ. അതാണ് ഒരു ഹരം. ഇപ്പം അതുകൊണ്ട് ഇപ്പം നല്ലത് കേൾക്കുന്നതിനേക്കാളും മോശം പറഞ്ഞ എന്നാ നന്നാക്കാൻ തോന്നുന്നുണ്ട്. പിന്നെ പണ്ട് എനിക്കൊരു വിനീതിന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കൺസ്ട്രക്റ്റീവ് സാഡിസം എന്ന് പറയും. അതായത് ഇപ്പം കോളേജിലൊക്കെ പഠിക്കുമ്പോൾ അരിയർ ഒക്കെ ഉണ്ടെന്ന് പറയുമ്പം സപ്ലി മദ്രാസിൽ അരിയർ എന്ന് പറയുന്നപ്പോൾ ചിലരുടെ മുഖത്ത് നമുക്ക് നമ്മുടെ നിരാശകൾ പറയുമ്പോൾ ഒരു സന്തോഷം വരും. ചിലരുടെ എനിക്ക് സന്തോഷം ഇഷ്ടമാണ്. അപ്പം ഞാൻ കുറച്ചുകൂടെ സന്തോഷിപ്പിക്കും. അതായത് നമ്മൾക്കിപ്പം എനിക്ക് 9 സപ്ലി ഉള്ളത്, ഞാൻ 20 എന്നൊക്കെ പറഞ്ഞു കളയും, 15-20 എന്നൊക്കെ. കുറച്ചുകൂടി സന്തോഷം വന്നാട്ടെ. അതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഒരു ഇത് ഞാൻ പറയുന്നത് എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ മാത്രമല്ല അന്നുള്ളൂ. സിനിമ വന്നപ്പോഴാണല്ലോ സൊസൈറ്റിയോട് എനിക്കൊരു കടപ്പാടുള്ളത്. അവർ ടിക്കറ്റ് എടുക്കുന്നതുകൊണ്ടാണല്ലോ എനിക്ക് ആ കടപ്പാട്. ഇല്ലെങ്കിൽ എനിക്ക് കടപ്പാടില്ല. ഒരു വ്യക്തിക്കും മറ്റുള്ളൊരു വ്യക്തിയോട് അങ്ങനെ ബന്ധുക്കളോടോ കുടുംബക്കാരോടോ അല്ലാതെ അടുത്ത സുഹൃത്തുക്കളോ കടപ്പാടിൻ്റെ ആവശ്യമില്ലല്ലോ, കേൾക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പം അന്ന് എനിക്ക് ഒട്ടുമില്ലല്ലോ. എനിക്ക് ഇവൻ എന്ത് വിചാരിച്ചാലും എന്ത് വിചാരിച്ചില്ലെങ്കിൽ എന്തെന്നുള്ള. അജുവിൻ്റെ മനസ്സിൽ ചില ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിൽ അത് ഡിസൈൻ ചെയ്യാൻ എളുപ്പം പ്രൊഡ്യൂസ് ചെയ്ത് കൂടെ നമുക്ക് നിൽക്കാൻ പറ്റുന്നത്. ഇപ്പോൾ ആക്ടേഴ്സൊക്കെ ആ തരത്തിൽ പ്രൊഡക്ഷൻ കമ്പനികളായിട്ട് മാറുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് തന്നെ ക്രിയേറ്റീവായിട്ട് കുറച്ചുകൂടെ ഇടപെടാനുള്ള ഒരു സ്വാതന്ത്ര്യത്തിനോട് വേണ്ടിയിട്ടാണ്. പക്ഷേ പഴയ പ്രൊഡ്യൂസർ എന്ന് പറയുന്ന ഒരു സാധനവും ഇപ്പോൾ മാറി വരുന്നുണ്ട്. അത് കുറച്ചുകൂടെ ക്രിയേറ്റീവായി ഒരു സ്പേസ് ആണെന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അജുവിന് കൂടുതൽ പടങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്തത് ഈ പറഞ്ഞ പോലെ സമയത്തിന് തുകയ്ക്കൊക്കെ തീർക്കാത്ത ധ്യാനെ പോലുള്ള ആൾക്കാരാണ്. ലവ് ആക്ഷൻ നമുക്ക് വളരെ ഗുണം ചെയ്ത സിനിമയാണ്. സാജൻ ബേക്കറി അന്ന് കൊമേഴ്ഷ്യലി നമുക്ക് ഗുണം ചെയ്തില്ല. സാജൻ ബേക്കറി അന്ന് കൊമേഴ്ഷ്യലി ഗുണം ചെയ്തിരുന്നെങ്കിൽ സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ ഞാനായിരുന്നു പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. കൊമേഴ്ഷ്യലി എനിക്ക് മുടക്കുമുതൽ കിട്ടി. അത് മുടക്കുമുതൽ കിട്ടിയത് എൻ്റെ പാർട്ട്ണർ വിശാഖ് സുബ്രഹ്മണ്യത്തിൻ്റെ മെറിറ്റ് ഉണ്ട്, പ്രൊഡക്റ്റിൻ്റെ മെറിറ്റ് ഉണ്ടെന്ന് കിട്ടിയില്ല. പ്രൊഡക്റ്റിൻ്റെ മെറിറ്റ് കൊണ്ടായിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ അന്ന് പ്രൊഡ്യൂസ് ചെയ്യാൻ കമ്മിറ്റ് ചെയ്തു. ഞാൻ അവരോട് പറഞ്ഞത് ഫെബ്രുവരി 12 പടം ഇറങ്ങി റിസൾട്ട് നോക്കിയിട്ട് നമുക്ക് പ്രൊഡക്ഷൻ തീരുമാനിക്കാം. ഇതാണ് ഞാൻ ചെയ്തത്. എനിക്ക് അത് ഇഷ്ടമാണ് സിനിമ. പക്ഷേ പിന്നെ ഞാൻ മനസ്സിലാക്കി, ഞാൻ ശ്രദ്ധിക്കേണ്ട പ്രൈമറി ഉത്തരവാദിത്തം പ്രേക്ഷകർ ഫസ്റ്റ് എനിക്ക് നിന്നെ ഇങ്ങോട്ട് കടത്തി വിട്ടത് ഈ ജോലി എടുക്കാനാണ്, നീ അതാദ്യം ചെയ്യും വൃത്തിക്ക്, എന്നിട്ടാണല്ലോ നീ വേറെ ജോലി ചെയ്യണ്ടേ. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ അത് ശ്രമിക്കും, നമുക്ക് കയ്യിലുള്ളത് കളയല്ലേ. സോ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു പ്രൊഡക്ഷൻ ഇപ്പം ഏതായാലും നമുക്ക് ധ്യാനും ബിസിയാണ്, വിശാഖ് മാത്രമല്ല. അപ്പം അവൻ എന്താണേലും അവൻ്റെ ഫാമിലി കമ്പനി ഉണ്ട്, മെറിലാൻഡ് ഉണ്ട്. അപ്പം വിശാഖ് കാര്യം അവനെ അഭിനയിക്കാൻ അറിയില്ല അല്ലെങ്കിൽ താല്പര്യമില്ല. അപ്പോൾ വിശാഖിൻ്റെ സിനിമകൾ ചെയ്യുന്നു, ധ്യാൻ ഞാനും പൂർണ്ണമായിട്ടും ഇപ്പോൾ ഇതിൽ കമ്മിറ്റഡാണ്. പക്ഷേ നിങ്ങൾ തുടങ്ങുന്ന സമയത്ത് ഇപ്പോൾ ഫണ്ടാസ്റ്റിക് എന്നാണ് പേര്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറയുന്നൊരു ഫോക്കസ് അന്ന് നമ്മളൊക്കെ കണ്ടിരുന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഫണ്ടില്ലാത്ത പടങ്ങളിലേക്ക് പതിയെ മാറിപ്പോയി. തിരിച്ച് ഇതിലേക്ക് നിങ്ങളുടെ കൂട്ടം തിരിച്ചു വരുമെന്ന് പ്രതീക്ഷയുണ്ട്. ഫണ്ടാസ്റ്റിക് ഉണ്ടാക്കിയത് ഒറ്റ പടത്തിന് വേണ്ടിയാണ്, ലവ് ആക്ഷൻ ഡ്രാമ. ബാക്കി 2 സംഭവിച്ചതാണ്. അതുകൊണ്ടാണ് F. എന്ന് ഞാൻ ലോഗോ ഡിസൈൻ ചെയ്തത്. F. കഴിഞ്ഞു, ഒറ്റെണ്ണം ഫുൾ സ്റ്റോപ്പ്. 2 സംഭവിച്ചു പോയതാ, അതിന്റെ കൂട്ടത്തിൽ കൂടെ കേറിപ്പോയതാ. ഇല്ലെങ്കിൽ ഒറ്റ സിനിമ അത് തീരുമാനിച്ചിട്ട്, അതുകൊണ്ടാണ് ഞാൻ ഡോട്ട് ഇട്ട് കൊടുത്തത്. നല്ല ലോഗോ ആണ് ഡിസൈൻ ചെയ്തത്. എനിക്ക് ഇഷ്ടമാണ് ആ പേരും ലോഗോയും. ആ പേര് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാര്യം പ്രൊഡക്ഷൻ ഹൗസിന് ഫണ്ടാസ്റ്റിക് എന്ന് പറയുമ്പോൾ ഒരു ഫാന്റാസ്റ്റിക് എന്നുള്ള ഫീലും ഫൺ എന്നുള്ള ഇതുകൊണ്ട് നല്ല ലോഗോ ഷാനൊക്കെ ചെയ്ത് തന്നതും. പക്ഷേ അതിലൊന്നും ഇമോഷണലി ഞാൻ അങ്ങനെ കണക്റ്റഡ് അല്ല, മെറ്റീരിയലിസ്റ്റിക്കലി ഞാൻ ഇമോഷണലി കണക്റ്റഡ് അല്ല. ഇപ്പം ചിലർക്ക് വണ്ടി, മൊബൈൽ, ഞാൻ വിത്ത് ഓൾ റെസ്പെക്ട് ടു ഓൾ കാർ അല്ലെങ്കിൽ വണ്ടി ലവേഴ്സ്, നമുക്കത് ഒരു ഭയങ്കര കെയർഫുള്ളായിട്ട് കൊണ്ടുപോകും. നമ്മളതിൻ്റെ കസ്റ്റോഡിയനോ കെയർ ടേക്കറോ മാറുക. നമ്മൾ കാശ് കൊടുത്ത് ഒരു കാര്യം നമ്മുടെ കംഫർട്ടിന് വാങ്ങിയിട്ട് നമ്മൾ അതിനെ നോക്കിക്കൊണ്ട് നടക്കുക എന്ന് പറയുന്നത് ഭയങ്കര പാടുള്ള കാര്യമാണല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ മെറ്റീരിയലിസ്റ്റിക്കലി ഞാൻ അങ്ങനെ ഒന്നിനോടും കണക്റ്റ് വെക്കാറില്ല. ഭക്ഷണം മാത്രമുള്ള ആ ഒരു കാര്യത്തിൽ ഇച്ചിരി കൈവിട്ട് പോകുന്നു. ഇപ്പോഴും കൺട്രോൾഡ് അല്ല ഫുഡ് അല്ല. ഈ ഫോഴ്സ്ഫുള്ളി കൺട്രോൾ ചെയ്യുന്ന തീരുമാനം ഞാൻ കുറേ എടുത്തു. ഇപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ അത് ഓരോ സിനിമയ്ക്ക് ഗുണം ചെയ്തിട്ടുണ്ട്, ഇല്ല ഞാൻ പറയുന്നില്ല. ഇപ്പം ലവ് ആക്ഷൻ ഡ്രാമയ്ക്ക് വേണ്ടി ഞാൻ ധ്യാൻ എന്നെ വിളിച്ച് നല്ല വഴക്ക് പറഞ്ഞു. ആദ്യവും അവസാനമായിട്ട് അവൻ എന്നെ വഴക്കും തെറിയും പറഞ്ഞേക്കുന്ന താൻ്റെ തടി എന്ന് പറഞ്ഞിട്ട് കൊന്നെന്നെ. അന്ന് പോയി ഞാനൊന്ന് മെലിഞ്ഞു, അത് ആ സിനിമയ്ക്ക് ഗുണം ചെയ്തു. പിന്നെ സാജൻ മേഖലയിൽ ചന്തു പറഞ്ഞു ഞാൻ മെലിഞ്ഞു.
കേരള ക്രൈം ഫയൽസിന് മെലിഞ്ഞു, ഉം. അഹമ്മദ് പറഞ്ഞുകൊണ്ട്. ഇതിനു മുന്നേ തട്ടത്തിൻ മറയത്തിന് മെലിഞ്ഞു. ഉം. പക്ഷേ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ എനിക്ക് ആ ജോലി കഴിയുമ്പം ഉം. ആ റോള് ചെയ്ത് കഴിഞ്ഞല്ലോ, ഇനിയും തിരിച്ച് വണ്ണം വെച്ചാലല്ലേ മിന്നൽ മുരളി ചെയ്യാൻ പറ്റുള്ളൂ ഉം. എന്നുള്ളൊരു കാഴ്ചപ്പാട് എനിക്ക് എവിടെയോ ഉണ്ട്. ഉം. അല്ലെങ്കിൽ ഒരു ഫീനിക്സോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ സ്ഥാനം അതൊക്കെ ഒരാളൊരു നോർമൽ ലുക്കിംഗ് പേഴ്സൺ ആയിരിക്കണമല്ലോ എന്നുള്ള ഒരു ലേസി എസ്കേപ്പിസോ ആണത്, അറിയാം. പക്ഷെ ഞാൻ അതിൽ നിന്ന് ഇപ്പോഴും മോചിതനായിട്ടില്ല. ഉം. ഈ ഫീനിക്സ് ചെയ്തിട്ട് ഫീനിക്സ് കണ്ടോ? അജുവിന് പ്രേതപടങ്ങൾ ഇഷ്ടമില്ലെന്നാണ് ഇല്ല, ഫീനിക്സ് കണ്ടു. ഫീനിക്സ് കണ്ടു, കുഴപ്പമില്ല. നമ്മൾ ഫീനിക്സിൽ ചെയ്തത് അത്രയും നമുക്കറിയാലോ അതൊക്കെ. പ്രേതപദമല്ല ഞാൻ കാണാറില്ല. ശരിക്കും ഇപ്പോഴും പ്രേതത്തിന് പേടിയുണ്ട്. പണ്ടില്ലായിരുന്നു. എനിക്കും ധ്യാനം ഒരു എൻകൗണ്ടർ നടന്നിരുന്നു. ഞാനത് പറഞ്ഞു, ഒരു ഹോട്ടലിൽ താമസിക്കുമ്പോൾ സച്ചിൻ സിനിമ ചെയ്യുമ്പം ഞങ്ങൾക്കത് എൻകൗണ്ടർ ചെയ്തപ്പം ഒരു ഇത് വന്നു. ഉം. അപ്പം ഞാൻ പിന്നെ എന്നോട് ഒരൊറ്റ ചോദ്യം ധ്യാൻ ചോദിച്ചതാണ് എൻ്റെ തിരിച്ചറിവ്. സദാ അവൻ വിളിക്കുന്നത് അപ്പം സദാ എല്ലാ സിനിമയിലും കാണാറില്ല, ഈ ധൈര്യം കാണിച്ചു പോകുന്ന ആദ്യം പോകുന്ന ചെറുക്കനാണ് ചത്തുപോകുന്നത്. അപ്പം ഞാൻ ശരിയാ, സിനിമയിൽ പ്രേത സിനിമ തുടങ്ങിയ കാലം തൊട്ടേ ആദ്യം ഷോ കാണിച്ച് പോകുന്നവനാ ഫസ്റ്റ് ചത്തുപോകുന്നത്. അതുകൊണ്ട് ഞാൻ ആ ആവേശം കളഞ്ഞു. ഉം. ഞാൻ വേണ്ട സദാ, അതെന്തിലാട്ടെ, നമുക്ക് റിസ്ക് അല്ല. ഉം. ഞങ്ങൾ വേറെ ഹോട്ടലിൽ താമസം മാറി. ഉം. എന്തിനാ വെറുതെ ആ ഹോട്ടൽ പേര് പറയുന്നത് മോശം, അതുകൊണ്ട് പറയുന്നില്ല. ഈ പ്രേതപ്പേടിയുള്ള അജു ശരിക്കും ആദിയെ പോലൊരു മെന്റലിസ്റ്റിന്റെ കൂടെയൊക്കെ ഷോ ഒക്കെ ചെയ്തിട്ടുണ്ട്. ആദിയോട് ചോദിച്ചിട്ടില്ല ഇതെന്താണ് പ്രേതം എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ടോപ്പിക് അല്ലത്. ആ. ഞാൻ പറഞ്ഞില്ലേ, ഇത് ഇൻട്രസ്റ്റ് ആയാലുള്ള പ്രശ്നം നമ്മൾ ഇതിലോട്ട് കൂടുതൽ കിടക്കും. എന്നിട്ട് ഞാൻ ഫസ്റ്റ് ചത്തുപോയാലോ. ഇപ്പൊ ഞാൻ അതിൽ രണ്ട് കാര്യങ്ങൾ, ചിലപ്പോൾ എനിക്കറിയാത്തൊരു കാര്യമാണ്, അതുണ്ടാവാം. എനർജി ക്യാൻ നീദർ ബി ക്രിയേറ്റഡ് നോട്ട് ഡിസ്ട്രോയിഡ് എന്ന് ആണ് സയൻസ്. ഒരു എനർജിയാണ് നമ്മളുടെ ഉള്ളിൽ നമ്മളെ പ്രവർത്തിപ്പിക്കുന്നതെന്നുള്ളതും സയൻസ്. അത് ഇന്ന് വരെ സയൻസിന് ഡിപിക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ആ എനർജി കാണാനോ മെഷർ ചെയ്യാനോ പറ്റിയിട്ടില്ല. ആ എനർജി നഷ്ടപ്പെടുമ്പോൾ മനുഷ്യൻ്റെ ആയുസ് തീരുന്നു. ആ എനർജി എവിടെ പോകുന്നു എന്നും കൃത്യമായിട്ട് എനിക്കൊരു ഉത്തരം ഇന്ന് വരെ സയൻസ് ഇന്നും തന്നിട്ടില്ല. ഉണ്ടോ? അവർ പരീക്ഷണങ്ങളും വാഗ്വാദങ്ങളും അല്ലേ, ഓരോ തിയറംസും ഉണ്ടാവാം. പക്ഷെ വ്യക്തമായ ഭൂരിപക്ഷം അംഗീകരിച്ച ഒരു തിയറി ഉണ്ടോയെന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പോൾ ആ എനർജി എവിടെയോ അൺഡിസ്ട്രോയിഡ് ആയിട്ടുണ്ട്. അതാണല്ലോ അനൂപേട്ടന്റെ പകൽ നക്ഷത്രത്തിലെ ചോദ്യം. ഇതൊക്കെ പ്രേത സിനിമ എഴുതാൻ കൊള്ളാം. പ്രേതത്തിനെ സ്ഥാപിക്കാൻ ഇത് പോരാ ആണല്ലേ? അതെ, പ്രേത സിനിമ എഴുതാൻ ഓക്കെയാണ്. അനൂപേട്ടന്റെ ചോദ്യം അതാണ്, ഈ ഭൂമി ആരുടെയാണ്? മരിച്ചവരുടെ ആണോ ജീവിച്ചിരിക്കുന്നവരുടെ ആണോ? ജീവിച്ചിരിക്കുന്നവരുടെയാണ്. എനിക്ക് അറിയില്ല, ഞങ്ങൾക്കൊക്കെ അറിയാം. അപ്പോൾ ഇനി ഒരിക്കലും അതിന് വിശ്വസിക്കില്ല. ബിക്കോസ് ഇപ്പൊ എയ്ത്തിസം പറയുന്ന ഞാൻ കുറേ കണ്ടിട്ടുണ്ട്. ഞാൻ പ്യുവർ വിശ്വാസിയാണ്. എയ്ത്തിസം പറയുന്ന ആളുകളൊക്കെ കണ്ടിട്ടുണ്ട്. അവർ പറയുന്നതൊക്കെ സംഭവിച്ചു ഇതിനൊക്കെ സയൻസ് പറയുന്നു. ഇത് ഉണ്ടാക്കാൻ ഒരിക്കലും പറ്റില്ല സയൻസ് വെച്ച്. ഇത് സംതിങ് അവിടെ ഉള്ള കാര്യം ലൈറ്റ് അടിച്ച് കാണിക്കുന്നതാണ് ഇവർ ചെയ്യുന്നത്. അത് അവിടെ ഉണ്ടായതിനെ കുറിച്ചാണ് ഇവിടെ ആക്ച്വൽ ചർച്ച. പിന്നെ അതൊരു ഡിബേറ്റാണ്. എനിക്കും ചേട്ടൻ്റെ ഐഡിയോളജി അറിയാം. ഡിബേറ്റ് നെവർ എൻഡിങ് ഡിബേറ്റ് ആയിരിക്കും. അല്ല, പ്രേതം ഇല്ല, അത് പോട്ടെ, അതിന് ഡിബേറ്റബിൾ ഒന്നും അല്ല, അത് ഡിബേറ്റബിൾ സബ്ജക്റ്റ്. പ്രേതം എന്നുള്ള വാക്ക് അല്ല ഞാൻ പറയുന്നത്. ഞാൻ യൂസ് ചെയ്തത് ഒരു എനർജി ആണോ മനുഷ്യൻ്റെ ഉള്ളിൽ? സയൻസിൽ നമ്മളെ നിലനിർത്തുന്നത് ഒരു എനർജി ഉണ്ടോ? അതുണ്ടോ? ബീറ്റ് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ ബ്ലഡ് പമ്പ് ചെയ്യുക എന്നൊക്കെ സംഭവിക്കുന്നത് ഒരു ബാറ്ററിയിൽ നിന്നാണോ? ആ എനർജി ഐസക് ന്യൂട്ടന്റെ 3rd ലോ പ്രകാരം എവിടെ പോകുന്നു? അത് ഉണ്ടാക്കാനും പറ്റും. സയൻസാണ് ഞാൻ പറയുന്നത്. സർ ഐസക് ന്യൂട്ടനെയാണ് ഞാൻ കോട്ട് ചെയ്യുന്നത്. കുറച്ച് ബുദ്ധിമുട്ടാണ്. നമുക്ക് തൽക്കാലം വേറെ എപ്പിസോഡിലേക്ക് മാറ്റി വയ്ക്കാം.